ഹേ ഓൾ, ദിസ് ഇസ് നിസ്മിയ മേക്കപ്പ് ആർട്ടിസ്റ്റ്. സോ ഞാൻ വിചാരിച്ചു, ഞാനൊരു ബ്രൈഡ് ആയിട്ടിരുന്ന ടൈമിൽ ഞാൻ സെൽഫ് കെയർ ആയിട്ട് ചെയ്തിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ അപ്കമിങ് ബ്രൈഡ്സിനും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ നോർമൽ ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന്. സോ ദിസ് ഇസ് ദ പാർട്ട് 1 ഓഫ് ദാറ്റ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂളിനെ പറ്റിയാണ്. ദാറ്റ് ഇസ് ഗുവാഷ സ്റ്റോൺ. ഗുവാഷ സ്റ്റോൺ ഞാൻ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന ടൈമിലാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലിഡ് സ്പേസ് നല്ല കുറവാണ്. സോ ഒരു ബ്രൈഡായിട്ട് ഇരിക്കുന്ന ടൈമിൽ ഒബ്വിയസ്ലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഐ മേക്കപ്പിലായിരിക്കും. സോ എനിക്കാണെങ്കിൽ അങ്ങനെ ഐ മേക്കപ്പ് ചെയ്താൽ കാണാൻ പാകത്തിന് അത്രയൊരു ലിഡ് സ്പേസ് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഗുവാഷ സ്റ്റോണിനെ പറ്റി കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗുവാഷ സ്റ്റോൺ വാങ്ങി. അതൊരു 1000 സംതിങ് റേറ്റിലുള്ള ഒരു ഗുവാഷ സ്റ്റോൺ ആണ്. അത് വാങ്ങി ഞാൻ വേറെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഗുവാഷ സ്റ്റോൺ വെച്ച് ചെയ്യുന്ന എക്സസൈസസ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്ന ഗുവാഷ സ്റ്റോൺ ആണ്. കറന്റ് ഇപ്പം എൻ്റെ അടുത്ത് ഗുവാഷ സ്റ്റോൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വെർബലി പറയുന്നത്. എൻ്റെ അടുത്ത് സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഫേസിൽ എന്തെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ഓയിൽസ് ഉണ്ട്, രാവിലെ എനിക്കുന്ന ടൈമിൽ ഏതൊരു ക്ലെൻസിങ് ഓയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ആ എക്സസൈസസ് കൂടുതൽ നമുക്ക് ഏതാണോ പ്രൈം ഫോക്കസ്, അതായത് ഇപ്പോൾ നമുക്ക് ജോ ആണ് കുറവുന്നുണ്ടെങ്കിൽ ജോ ലൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എൻ്റെ പ്രൈം ഫോക്കസ് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഗുവാഷ സ്റ്റോൺ വെച്ച് ഫേഷ്യൽ മസാജസ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല വിസിബിൾ ഡിഫറൻസ് ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഇതിന് മുന്നത്തെ ഫോട്ടോസ്, അതായത് ഞാൻ ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോസ് ഞാൻ കാണുന്ന ടൈമിൽ എനിക്ക് ലിഡ് സ്പേസ് തീരെയില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അത്രയും നല്ല വിസിബിൾ ഡിഫറൻസ് ഫീൽ ചെയ്തത്. അപ്പോൾ അപ്കമിങ് ബ്രൈഡ്സിന് ഇതുപോലെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഭയങ്കര സാഗിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഒരു നിങ്ങളുടെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഗുവാഷ സ്റ്റോൺ നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നൈക്ക അതുപോലുള്ള ഞാൻ ഫിസിക്കൽ സ്റ്റോഴ്സിൽ ഇതുവരെയും കണ്ടിട്ടില്ല, ഓൺലൈൻ സ്റ്റോഴ്സിലാണ് ഞാൻ ഗുവാഷ സ്റ്റോൺസ് കണ്ടിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ നൈക്കന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും 1000 ബിലോ റേഞ്ചിൽ വരുന്ന ഗുവാഷ സ്റ്റോൺസ് യൂസ് ചെയ്യരുത്. കാരണം എൻ്റെ ഫസ്റ്റത്തെ ഗുവാഷ സ്റ്റോൺ ബ്രേക്ക് ആയിപ്പോയി. അത് സ്റ്റോൺ ആണ്, അതുകൊണ്ട് അത് ബ്രേക്ക് ആയിപ്പോയ ടൈമിൽ ഞാൻ രണ്ടാമത് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ വിചാരിച്ചു 1500 1300 സംതിങ് ആണ് അത് വാങ്ങിയത്. അപ്പോൾ അത്ര റേറ്റിനുള്ളത് ഇനി വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ 300 റേഞ്ചിലുള്ളത് വാങ്ങി. പക്ഷേ 300 റേഞ്ചിലുള്ളതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോർണേഴ്സ് ഭയങ്കര ഷാർപ്പായിരിക്കും. നമ്മുടെ ആ ഒരു മസാജ് ചെയ്യുമ്പോൾ ഒരു ഗ്ലൈഡിങ് അതിന് കിട്ടൂല. സോ നിങ്ങൾ എല്ലാവരും വാങ്ങുന്ന ടൈമിൽ 1000 അബോ ആയിട്ടുള്ള ഗുവാഷ സ്റ്റോൺ എന്തായാലും വാങ്ങാം. 1000 to 3000 റേഞ്ചിലുള്ളത് വാങ്ങാം. 300 400 റേഞ്ചിലൊക്കെ ഒത്തിരി ഗുവാഷ സ്റ്റോൺസ് ഉണ്ട്. അത് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ഇല്ല. നല്ല സ്റ്റോൺ ആണെങ്കിലാണ് നിങ്ങളുടെ ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ വാങ്ങുന്ന ടൈമിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് മുമ്പ് ഗുവാഷ സ്റ്റോൺസ് യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടായവരും അതുപോലെ ഇനി ഗുവാഷ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഫേസിൽ വിസിബിൾ ഡിഫറൻസസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. ഓക്കെ, ബൈ.